CPM പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കായംകുളം സ്വദേശി സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി SS സീന മുമ്പാകെ സമയബന്ധിതമായി വിചാരണ പൂർത്തിയായി. കേസിൽ പ്രോസിക്യൂഷന്റെ അന്തിമ വാദം തുടങ്ങി. 2020 ഓഗസ്റ്റ് 18-നാണ് സിയാദിനെ ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയത്. കായംകുളത്തെ CPM പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന സിയാദിനെ വധിച്ച കേസിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി SS സീന മുൻപാകെയാണ് സമയബന്ധിതമായി വിചാരണ പൂർത്തിയായത്. കേസിൽ പ്രോസിക്യൂഷന്റെ അന്തിമവാദം തുടങ്ങിയിട്ടുണ്ട്. കേസിലെ 1ഉം 2ഉം പ്രതികളായ ബെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ, ഷെഫീഖ് എന്നിവർ ചേർന്ന് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് സിയാദിനെ 2020 ഓഗസ്റ്റ് 18-ന് രാത്രി 10 മണിക്ക് മാരകമായി കുത്തി കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 1-ാം പ്രതിയെ സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതിന് കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ കൌൺസിലറുമായ വ്യക്തിക്കെതിരെയും ആരോപണമുണ്ടായിരുന്നു. സംഭവം കണ്ട 4 സാക്ഷികൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 69 സാക്ഷികളെ വിസ്തരിക്കുകയും 104 രേഖകളും 27 തൊണ്ടിമുതലുകളും കോടതി മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ G. പ്രിയദർശൻ തമ്പി, അഭിഭാഷകരായ G. ഹരികൃഷ്ണൻ, OM G. ബാലചന്ദ്രൻ എന്നിവരാണ് ഹാജരായിരിക്കുന്നത്. CD Net News, മാവേലിക്കര.